സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തു വന്നിരുന്ന ക്ഷേമ പെൻഷൻ മുടങ്ങിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയുണ്ടാക്കിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒടുവിൽ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന EMSന്റെ ലോകമെന്ന ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു കുറ്റസമ്മതം നടത്തിയത്. നമ്മൾ നല്ലതുപോലെ തോറ്റു, എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കണമെന്നും ഗോവിന്ദൻ മാഷ് തട്ടിവിട്ടിട്ടുണ്ട്. അല്ല, നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായി നിങ്ങളുടെ പാർട്ടി തോറ്റത്തിന്റെ രഹസ്യം. എന്നിട്ടും നിങ്ങൾക്ക് മാത്രം അത് മനസ്സിലായില്ലല്ലേ? നിങ്ങൾ ഇനിയും അത് അന്വേഷിച്ച് നടക്കണ്ട, ഇതാ കേട്ടോളൂ നിങ്ങളുടെ പരാജയത്തിന്റെ രഹസ്യങ്ങൾ. പാവപ്പെട്ട ജനങ്ങളുടെ ക്ഷേമ പെൻഷൻ നിങ്ങൾ കൊടുത്തായിരുന്നു. നവകേരള സദസ്, കേരളീയം എന്നിങ്ങനെയുള്ള ആഡംബരങ്ങൾക്ക് ഇറങ്ങിയപ്പോൾ നിങ്ങളുടെ സർക്കാർ പാവപ്പെട്ടവരുടെ പെൻഷൻ അങ്ങ് മറന്നു. അല്ല, ആഡംബരമാണല്ലോ പ്രധാനം, അതാദ്യം നടക്കട്ടെ. എന്നിട്ട് ലോക്സഭാ ഇലക്ഷനിൽ തോറ്റതിന്റെ കാരണം അന്വേഷിച്ച് നടക്കുന്നതിന്റെ കാര്യമാണ് ഇനി മനസ്സിലാകാനുള്ളത്. 62 ലക്ഷം പേർക്ക് കൊടുക്കേണ്ട പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാനായിട്ടില്ല. അല്ല, നിങ്ങൾക്ക് ആര് വോട്ട് ചെയ്യണമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്? തിരുത്തുമെന്ന് പറയുന്നുണ്ടെങ്കിലും സ്വയം തിരുത്താൻ തയ്യാറാകാതെ തിരുത്താൻ വരുന്നവരെ തിരുത്തിവിടുന്ന പിണറായിയാണ് നിങ്ങളുടെ പാർട്ടിയിലെ ഒന്നാമത്തെ പരാജയമെന്ന് ആദ്യം മനസ്സിലാക്കണം. പിണറായി വിജയന്റെ പ്രസംഗങ്ങൾ മുമ്പൊക്കെ മാസ് ഡയലോഗായി കണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ ലൈക്കൊക്കെ അടിക്കാൻ ആൾക്കൂട്ടം ഉണ്ടാവുമായിരിക്കാം. ഒരുപക്ഷെ ഇപ്പോൾ ആ ആരാധകർ പിണറായി വിജയൻ ഇല്ല. പാർട്ടിക്കകത്തും പിണറായി വിജയനോടുള്ള എതിർപ്പ് അതിരൂക്ഷമാണ്. സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണിളകി പോവുകയാണെന്ന് പാർട്ടിക്ക് വരെ മനസ്സിലായി തുടങ്ങി. ആ അമർഷം പാർട്ടി പ്രവർത്തകർക്ക് പിണറായിയോടുണ്ട്. പിണറായിയുടെ ധാർഷ്ട്യം ഇനി വെച്ചുകൊണ്ടിരുന്നാൽ ഏകാധിപതിയുടെ അഹന്ത ഇനിയും വളരും. പിണറായിയെ തിരുത്താൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ധാർഷ്ട്യവും അഹങ്കാരവും അലങ്കാരമായി കണ്ടുകൊണ്ട് നടക്കുന്ന പിണറായിയെ ഇനി കേരളത്തിന് ആവശ്യമില്ല.